ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? സുഖമായിരിക്കുന്നു എല്ലാവരും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്മീൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ചുവന്നുള്ളിയാണ് അതിന് വേണ്ടത്. ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത പേസ്റ്റ് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അരപ്പൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിൽ മിക്സാക്കി വയ്ക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് പിന്നെ തിളയ്ക്കാനുള്ളൊരു 5 മിനിറ്റ് കൊണ്ട് തിളച്ച് വരുമല്ലോ. തിളച്ച് വന്നതിന് ശേഷം ഞാൻ തേങ്ങ അരച്ച കറിയിൽ ഞാൻ കുടംപുളിയാണ് ചേർക്കൽ. ഇനിയിപ്പോൾ ഇഷ്ടമുള്ളവർ സാധാ പുളി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ എന്ത് ചെയ്യും, തേങ്ങ അരക്കണ കറിയിൽ മാത്രം ഞാൻ കുടംപുളി ഇടും. നോർമൽ മീൻ കറി വെക്കുമ്പോൾ സാധാ പുളി ഇടും കേട്ടോ. കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ തലഭാഗം എടുത്തിട്ടിട്ടുണ്ട്. തലയുടെ ഭാഗം ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്യാനായിട്ട് നല്ലത് കറിയിലിടല്ലേ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ. തിളച്ച് വന്നതിന് ശേഷം നല്ല തിളച്ചിട്ടുണ്ട്. ഈ കറിയൊക്കെ ഇരുന്ന് കുറുകൂട്ടോ. കുറച്ച് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെ അത് നല്ല കട്ടിയാവും. പിന്നെ അത് ഓഫ് ചെയ്തതിന് ശേഷം പാന് വെക്കുക. പാന് വെച്ചിട്ട് ഞാനത് തൂമിച്ചിട്ടിടണം. അത് ചുവന്നുള്ളി, കുറച്ച് കൂടുതൽ ചുവന്നുള്ളി, അപ്പോൾ ടേസ്റ്റാണ് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മൂത്ത് വന്നതിലേക്ക് നമുക്ക് കറിവേപ്പില പിന്നെയും ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഉള്ളിയും ഒക്കെ നല്ല ടേസ്റ്റ് കൂടും. ഇങ്ങനെ ആക്കിയിടുമ്പോൾ കറിവേപ്പില നല്ല ഇടുക. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിക്കുക. കറിയിലേക്ക് ഒഴിച്ചാൽ കറി റെഡിയായി. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.